ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങളുടെ വീടിനടുത്തൊരു ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. HDFC ബാങ്കിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ പറയുന്നത്. HDFC ബാങ്കിന്റെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. അവസാനം ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്ന് ലൈവായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാകും. അത് കൂടാതെ നിങ്ങൾക്ക് തെറ്റ് പറ്റത്തില്ല. ഞാൻ അത് കണക്ക് എനിക്കും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പല തെറ്റുകൾ അവിടെ വന്ന് അത് ഞാൻ സോൾവ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ പോസ്റ്റുകളാണുള്ളത്, നിങ്ങൾക്ക് ശമ്പളം എത്ര ലഭിക്കും, നിങ്ങളുടെ തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തെ അവിടെ വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ വളരെ ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്കൊക്കെ ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. 10ാം ക്ലാസ്സുകാർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം, 12ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. MBAക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, BTechക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രഷറായിട്ടുള്ള കാൻഡിഡേറ്റ്, നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം, പ്രഷറിനും അപേക്ഷിക്കാം. അപ്പൊ ഇനി ഇതിനകത്ത് വരുന്ന പോസ്റ്റുകളാണ് ഞാനിവിടെ പറയുന്നത്. ഏതൊക്കെ പോസ്റ്റാണ് ഇപ്പൊ പ്രസന്റിലി ഏതൊക്കെ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്? റിലേഷൻഷിപ്പ് ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്, സെയിൽസ് ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്, പേഴ്സണൽ ബാങ്കറുടെ പോസ്റ്റ് ഉണ്ട്, ഓപ്പറേഷൻ എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റ് ഉണ്ട്, അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, ബ്രാഞ്ച് ബാങ്കിങ് സ്റ്റാഫിന്റെ പോസ്റ്റ് ഉണ്ട്, ടെക്നിക്കൽ IT റോൾ ഉണ്ട്. ഈ BTech പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ശമ്പളം 20,000 തൊട്ട് 35,000 രൂപ വരെ ഒരു റേഞ്ചാണുള്ളത്. നിങ്ങളുടെ ലൊക്കേഷൻ ഏതാ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങളുടെ ഇന്റർവ്യൂ എങ്ങനെ നിങ്ങൾ പെർഫോമൻസ് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ ഈ സാലറി മാറിയും മറിഞ്ഞു ഇരിക്കും. പക്ഷെ നിങ്ങളുടെ ഹൈ സാലറി എന്ന് പറയുന്നത് പരിചയമുള്ളവർക്ക്. അപ്പൊ ഈ മുകളിൽ പറഞ്ഞത് ഞാൻ പ്രഷറായിട്ടുള്ള കാൻഡിഡേറ്റിന് കിട്ടുന്നതാണ്. പക്ഷെ താഴെ ഞാൻ പറയുന്നത് പരിചയമുള്ളവർക്ക്, അതായത് ഇവർ തന്നെ പറയുന്നവർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 40 തൊട്ട് 60,000 രൂപ വരെ ശമ്പളം ലഭിക്കും പെർ മന്ത്. നിങ്ങൾക്ക് 40,000 തൊട്ട് 60,000 രൂപ വരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. ഇല്ല, പ്രഷർ ആണെങ്കിൽ 20,000 തൊട്ട് 35,000 രൂപ വരെ കിട്ടും. ഇതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഞാൻ കാണിക്കാം. അതിലൂടെ നിങ്ങൾ വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കുന്നു. അവരത് സ്ക്രീൻ ചെയ്യുന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ബയോഡാറ്റ സ്ക്രീനിങ് നടത്തുന്നു. ചില കാര്യങ്ങൾക്ക് വേണ്ടി അത് ആ ബാങ്കിന്റെ, അതായത് 99% ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് ചില പ്രോഗ്രാം ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. ഇന്റേൺഷിപ്പിന് ചിലപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയെന്നിരിക്കും. അത് നിങ്ങളുടെ റെസ്യൂം സ്ക്രീനിങ് കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയെങ്കിൽ പിന്നെ HRന്റെ ഇന്റർവ്യൂ ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഒരു ഫൈനൽ ഇന്റർവ്യൂ കാണും. അത് ചിലപ്പോഴേ കാണത്തുള്ളൂ. HR ഇന്റർവ്യൂവിൽ നിങ്ങൾ ഫൈനൽ ആവും. പിന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്, ഈ ഇന്റർവ്യൂവിൽ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഇത്രയും സിമ്പിളായ കാര്യങ്ങൾ നടത്തിയാണ് അവർ നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? അതായത് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങൾ കാണുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ അപ്ലൈ ലിങ്ക് തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നൊരു ഐക്കോൺ വരും. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഈ പേജ് ശ്രദ്ധിച്ച് നോക്കണം. ഇവിടാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ സെലക്ട് ചെയ്യണം. മിസ്റ്റർ സെലക്ട് ചെയ്ത് ഞാൻ മിസ്റ്റർ ആയതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കണം. എൻ്റെ ഫസ്റ്റ് നെയിം എന്നുള്ളത് NA ആണ്. ഇവിടെ എൻ്റെ ലാസ്റ്റ് നെയിം കൊടുക്കണം. തോമസ് എന്നാണ് എൻ്റെ ലാസ്റ്റ് നെയിം. ഞാൻ അതിവിടെ കൊടുത്ത്, അപ്പം തോമസ് എന്ന് കൊടുത്ത് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ ഇവിടെ കാണിച്ച് എൻ്റെ ഇമെയിൽ ID എടുത്ത്, എൻ്റെ ഫോൺ നമ്പർ എടുത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് ഇവിടെ കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ സെലക്ട് ചെയ്യുക. എൻ്റെ ഞാൻ ഗളത്തായി കാണിക്കുന്നത് ഒരുപോലെ കാണിക്കുകയാണെങ്കിൽ അത് പിന്നെ പ്രശ്നമാകും. അതുകൊണ്ടാണ് യഥാർത്ഥമായിട്ട് കാണിച്ചാൽ എനിക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ജൂലൈ എടുത്ത് ഇവിടെ ഈ ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. 11 ജൂലൈ 1993 ഞാൻ എടുത്തത്. ഇവിടെ ആലപ്പുഴ സിറ്റി എൻ്റെ ബൈ ഡിഫാൾട്ട് വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വരത്തില്ല. അവിടെ നിങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. ആലപ്പുഴ ഞാൻ വീണ്ടും ആലപ്പുഴ എടുത്ത്
വെബ്സൈറ്റ് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനാണ് നിങ്ങളുടെ വീടിന്റെ അവിടെ ഉള്ള ലൊക്കേഷൻ? ഞാനിപ്പോൾ ആലപ്പുഴയാണ്, ഞാൻ ആലപ്പുഴ എടുക്കുകയാണ്. ഇവിടെ ആലപ്പുഴ വന്ന് ഞാൻ ആലപ്പുഴ എടുത്ത് അത് നിങ്ങൾ എടുക്കണ്ട. ഇവിടെ 3 എണ്ണം നിങ്ങൾ എടുക്കാം. നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെട്ട 3 എണ്ണം, ചിലപ്പോൾ 3 എണ്ണം നമുക്ക് പറ്റിയില്ലെങ്കിലോ. അത് കാരണം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെയിൻ നിങ്ങളുടെ സിറ്റി, നിങ്ങളുടെ വീടിനടുത്തുള്ള സിറ്റി വരുന്നുണ്ടെങ്കിൽ അത് എടുക്കുക. വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാൻ പ്രഷർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ പ്രഷർ എന്ന് എടുത്ത് ഇവിടെ ആർ യു കറന്റ്ലി എംപ്ലോയിഡ്. നമ്മളിപ്പം എംപ്ലോയി, ഞാൻ പ്രഷർ എടുത്തത് കൊണ്ട് നിങ്ങൾ ഇപ്പൊ എംപ്ലോയി അല്ല, നമ്മൾ പ്രഷറാണ് ഞാൻ ഇവിടെ എടുത്തത്. അതുകൊണ്ട് നോ എഴുതി നിങ്ങളാണെങ്കിൽ യേസ് കൊടുക്കുക. ഇവിടെ എത്ര വർഷത്തെ 0 എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര 0 to 2, 2 to 5, 5 to 10 അങ്ങനെ എടുക്കുക നിങ്ങൾ. ഞാൻ പ്രഷറിന്റെ ആയി എടുത്തത്. പ്രഷർ കാൻഡിഡേറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ആയി എടുത്തെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യേസ് കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക. ഞാനിപ്പോൾ പ്രഷർ എടുത്തുകൊണ്ട് നോ കൊടുത്ത് ഇവിടെ നിങ്ങൾ കാരിയർ ബ്രേക്ക്, നിങ്ങൾ ഈ ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് വന്നിട്ടുണ്ടോ, കാരിയർ ബ്രേക്ക് ആയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കപ്പോൾ ലെസ് ദാൻ 6 months കൊടുക്കണം. ഇവിടെ അതേ ഉള്ള ഓപ്ഷൻ, അതുകൊണ്ട് ലെസ് ദാൻ 6 months എടുക്കുക. നോട്ടീസ് പീരീഡ് ഇവിടെ കൊടുക്കുന്നില്ല, ഹൈലൈറ്റ് ആകുന്നില്ല. കാര്യം ലെസ് ദാൻ 6 months ആയതുകൊണ്ട് നമുക്ക് ജോലിയില്ലെന്ന് നമ്മൾ പ്രഷർ അവിടെ എഴുതുകയും ചെയ്ത്. ഇനി ഏതെങ്കിലും നോട്ടീസ് പീരീഡ് ഇവിടെ നിങ്ങൾ ഹൈലൈറ്റ് ആകുകയാണെങ്കിൽ അവിടെ നിങ്ങൾ 1 to 15 ഏതെങ്കിലും എടുക്കുക. ഇൻഡസ്ട്രി ഏതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്. ഞാൻ ബാങ്കിങ് ആഗ്രഹിക്കുക. കാര്യം ബാങ്കിങ് നിങ്ങൾ ബാങ്കിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ബാങ്കിങ് എടുക്കുക. ഇനി കറണ്ട് ജോബ് റോൾ എന്താണ്, നിങ്ങളുടെ ഡിസിഗ്നേഷൻ എന്താണ്? നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണ്, സിസ്റ്റം ഓപ്പറേറ്റർ ആണ്, സൂപ്പർവൈസർ ആണ്, എന്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്? അത് നമ്മൾ ഇതുവരെ ഈ ഒരു പ്രഷറാണ്, ഞാൻ പ്രഷറാണ്, ഇതുവരെ നമ്മൾ ജോലി ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നെ എന്ന് കൊടുക്കുക. അടുത്ത കറണ്ട് കമ്പനി, ഏത് കമ്പനിയിലാണ് അവിടെ നമ്മൾ എന്നെയാണ്, ഞാൻ പ്രഷർ ആയതുകൊണ്ടാണ് ഈ എന്നെ എന്ന് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇവിടെ ചോദിക്കുന്നത് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ എന്താണ്? ഹയസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ BA ആണ്, ഞാൻ BA കൊടുത്തു. ഇവിടെ BA നോക്കട്ടെ, ഇവിടെ BA വന്നു. നിങ്ങൾ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ആണെങ്കിൽ ഒരു പക്ഷേ ഇതിനകത്ത് കാണത്തില്ലായിരിക്കും. ഞാൻ നോക്കട്ടെ 10ാം ക്ലാസ് 12ാം ക്ലാസ് ഉണ്ടോ എന്ന്. ഇല്ല, ഇവിടെ 10ാം ക്ലാസ് 12ാം ക്ലാസ് കാണിക്കുന്നില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾ അതർ എടുക്കണം. ഇവിടെ അതർ ഉണ്ട്, ഈ അതർ നമ്മൾ എടുക്കണം. അതർ 10ാം ക്ലാസും 12ാം ക്ലാസും വരികയാണെങ്കിൽ അതർ ഹൈയസ്റ്റ് എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊവിഷനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതുക, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ന് എഴുതുക. റോൾ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് ഏത് റോളാണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്, ഏത് റോളാണ് നിങ്ങൾ ബാങ്കിൽ അപേക്ഷിക്കുന്നതുകൊണ്ട് ഫൈനാൻസ് റോളിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും എടുക്കണം. അതർ റോൾ എടുക്കല്ല. നിങ്ങളിപ്പം BTech ഒക്കെ ആണെങ്കിൽ ബിസിനസ് സൊല്യൂഷൻ IT എന്നുള്ളത് എടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ കഴിവതും ഫൈനാൻസ് റോൾ എടുക്കുക. ഞാനിവിടെ ഫൈനാൻസ് റോൾ എടുത്ത് ഇവിടെ എൻ്റെ അപ്ലോഡ് റെസ്യൂം ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഞാനിത് എൻ്റെ റെസ്യൂം അല്ല, വെറുതെ ഇങ്ങനെ ഇത് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കത്തില്ല. കാര്യം ഈ ഫയൽ വേണം, PDF ഫയൽ. ഇവിടെ പറയുന്നുണ്ട് അപ്ലോഡ് ഫയൽ ഓർ ഡോക്യുമെന്റ് PDF ഫോർമാറ്റിലായിരിക്കണം. PDF ഫോർമാറ്റ് ഇവിടെ. ഡു യു ഹാവ് പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് വിത്ത് HD? നമ്മൾ HDFC ബാങ്കിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇല്ല, നമ്മൾ അങ്ങനെ നമ്മൾ പ്രഷർ തന്നെയല്ല, HDFC വർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യണം. ഇവിടെ ഞാൻ നോക്കട്ടെ എനിക്ക് PDF ഫയൽ എവിടെയെങ്കിലും കിട്ടുമോ എന്ന്. കാര്യം PDF ഫയലേ അവർ എടുക്കത്തുള്ളൂ. ഞാൻ ഡെമോ കാണിക്കുന്ന ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇവിടെ ഉണ്ട്, പൊക്കില. അതിൻ്റെ ഏതാണ്ട് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ അത് എടുത്ത് പൊക്കില. ഈ PDF ഫയലിന് ഞാൻ അപ്ലൈ ചെയ്ത് ഇവിടെ നിങ്ങൾ 2-3 കാര്യങ്ങൾ ചെയ്യണം. ഹൈ ഹിയർബൈ ഡിക്ലെയർ കൺഫേം ആൻഡ് അണ്ടർടേക്ക് ടു HDFC എന്നുള്ള ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. താഴെ ഇവിടെ 2ാമത്തേതിൽ ചെക്ക് ചെയ്യണം. 3ാമത്തെ ഇതിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ക്യാപ്ച നിങ്ങൾ എൻ്റർ ചെയ്യണം. ക്യാപ്ച എൻ്റർ ചെയ്യുന്നത് ഇവിടെ N ക്യാപിറ്റൽ N XU 924 അടിച്ച് നിങ്ങൾ സബ്മിറ്റ്. ഇത്ര ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഇവിടെ ഓക്കെ ആയി. ഇതെന്തെങ്കിലും നമ്മൾ ഇത് ശരിയായിട്ടല്ല കൊടുക്കണമെങ്കിൽ ഇവിടെ ഇത് റെഡ് കളറിൽ കാണിക്കും. ഇത് ഓക്കെ ആയതുകൊണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക. മെയിലാണോ ഫീമെയിലാണോ എന്ന് ഞാൻ കാണിച്ചില്ലായിരുന്നു, അതുകൊണ്ട് അവിടെ വന്ന് വേറെ ഏതെങ്കിലും നോക്കണം. റെഡ് കളറിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒന്നും കാണിക്കുന്നില്ല. വീണ്ടും ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ്. ഞാൻ നന്നായി പോയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നത് നിങ്ങൾക്കും അത് അറിയാൻ പറ്റും. ക്യാപ്ച ഞാൻ 2ാമത് കറക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ക്യാപ്ച ഇവിടെ നിന്ന് മാറിപ്പോയായിരുന്നു.
വീണ്ടും ക്യാപ്ച അടിക്കണം. മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് അത് അവിടെ സെലക്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ക്യാപ്ച മാറിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നിങ്ങൾ ഇത് കണക്കുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇതിനകത്ത് പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ ബി സബ്മിറ്റ്. അപ്പോൾ ഫയൽ മാറിപ്പോയി. ഇവിടെ ഫയൽ കൊടുക്കണം. ഇവിടെ ഫയൽ ഞാൻ ഷൈനി തോമസ് എന്നുള്ളതിൻ്റെ ഫയൽ കൊടുത്ത് ഇവിടെ കൊടുത്ത് FHSRFB സബ്മിറ്റ് ചെയ്യണം. ഇവിടെ സബ്മിറ്റായി. ഇത്രയേ ഉള്ളൂ കാര്യം. അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ ലൈവായിട്ട് നിങ്ങളെ ഇത് കാണിച്ച്, അപ്പോൾ നിങ്ങൾ ഒരിക്കലും പറയത്തില്ല ഇത് ശരിയല്ല അല്ലെങ്കിൽ URL എന്ന്. യുവർ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ഈസ് 0699010. താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ ഇൻഫോർമേഷൻ വിത്ത് us. If we find your profile to be suitable for the role, we will get in touch. അതാണ് ഇവിടെ പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ഇത് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാൻ അതിന് റിപ്ലൈ തരാം. എങ്ങനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ തന്നെ നിങ്ങൾ കണ്ട് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ അത് തെറ്റുപറ്റി. കാര്യം നമ്മൾ അധികം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞാനത് എനിക്ക് വേണ്ടിയിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ അവിടെ നിങ്ങൾക്കിത് കൺഫേം ആക്കാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്ത്, അപ്പോൾ എൻ്റെ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ അവിടെ പോയി. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങൾ അപേക്ഷിക്കുക. വളരെ നല്ല വേക്കൻസിയാണ്. HDFC നമ്മുടെ വീടിനടുത്ത് തന്നെ ജോലി കിട്ടുവാനുള്ള സൗകര്യമാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.